ഇപ്പോൾ ഹീറ്റ് വേവ് കൊണ്ട് ഇരിക്കാൻ വയ്യ. അതുകൊണ്ട് വീട്ടിലിരുന്നാലും കണക്ക് തന്നെ. അതുകൊണ്ട് ഞാൻ ഒന്ന് പുറത്ത് പോകാനുള്ള പ്ലാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ വിളിച്ചത്. വാടാ ഇറങ്ങാൻ, നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോകാം. അങ്ങനെ ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടി അവൻ്റെ കൂടെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടറിയാൻ നല്ല വെയിലുണ്ട് ഇവിടെ. ഇപ്പോൾ ഇരിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പം റൂമിലിരിക്കണ നല്ലത് പുറത്ത് പോകുന്നതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇപ്പം പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ടി കെ മാക്സിലോട്ട് കയറാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ടി കെ മാക്സ്. ഇവിടെ എല്ലാ ടൈപ്പ് കളക്ഷൻസ് ഉണ്ട്. സോ ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങൾക്ക് കാണാം, ഇവിടുത്തെ ലേഡീസിൻ്റെ കളക്ഷൻസ് ആണ്. നമുക്കിവിടെ ആക്സസറീസ് ഉണ്ട്, എല്ലാം സിറമും എല്ലാ കാര്യങ്ങളും. പക്ഷേ നമുക്ക് ഇവിടെ മുകളിലാണ്. സോ നമ്മൾ ലിഫ്റ്റ് കയറി മുകളിൽ പോയി. ഇതാണ് മെയിൻ സെക്ഷൻ. സോ ഇവിടെ നമുക്ക് പല ടൈപ്പ് കളക്ഷൻസ് ഉണ്ട്. ഷർട്ട്സ്, ടീഷർട്ട്സ് എല്ലാം ഉണ്ട്. സോ നമ്മൾ ക്ലിയറൻസ് ഏരിയ പോയി നമുക്ക് കുറച്ചും കൂടെ പ്രൈസ് കുറഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഞാൻ ക്ലിയറൻസ് ഏരിയ പോയി കുറച്ച് ഡ്രസ്സുകളൊക്കെ നോക്കുകയാണ് അതിന് വേണ്ടി. അവസാനം ഞാൻ അവിടെ ബോർഡടിച്ചപ്പോൾ ഞാൻ ബാക്കി സ്ഥലങ്ങളൊക്കെ പോയി. അവിടെ പല തരങ്ങളും മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങൾ കിട്ടും. പിന്നെ ഇവിടെ പെറ്റ് ഫ്രണ്ട്ലി സ്ഥലമായതുകൊണ്ട് കുറേ പെറ്റിനുള്ള ബ്ലാങ്കറ്റ്സ്, ഇവർ എക്സസറീസ് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നമ്മളെല്ലാം ഡ്രസ്സുകൾ ഇങ്ങനെ ഓരോ ടൈപ്പ് കളക്ഷൻസ് നോക്കിയപ്പോൾ ഇവ ഒന്ന് ഇതെടുത്തൊക്കെ നോക്കിയായിരുന്നു. പിന്നെ ഞാൻ ഒരു ലെതർ ജാക്കറ്റ് അങ്ങ് ഇട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ചൊക്കെ ഷോ ഒക്കെ ഇട്ടിട്ട് നടന്ന്. പക്ഷേ അവസാനം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് സാധനം തിരിച്ചു വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഒന്ന് പൗണ്ട്ലാൻഡ് കാരണം എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. മെയിൻലി ബിൻ ബാഗാണ് വാങ്ങിക്കാനുള്ളത്. സോ ഞാൻ ഒരു ബിൻ ബാഗ് എടുത്തു. അത് 20 റിഫ്യൂസ് സാക്കിൻ്റെ ബിൻ ബാഗാണ്. പിന്നെ ഒരു പെപ്സി തയ്ച്ചിട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നടന്നു പോയപ്പോഴാണ് സ്പോർട്സ് കാറുകളൊരു കടയുണ്ട്. അതിൽ നിന്ന് കയറി. ഇവിടെ പല ടൈപ്പ് സ്പോർട്സ് കാറുകളുണ്ട്. ഫെറാറി, ലംബോർഗിനി, എല്ലാ ടൈപ്പും ബെൻസ്, BMW എല്ലാം ലക്ഷറി കാർസുകളുള്ള കളക്ഷൻസ് ഉള്ള ഏരിയയാണ്. ഇവിടെ ഇത് KTMൻ്റെ കാറ്, സ്പോർട്സ് കാർ, ഫെറാറി, BMW ഡബിൾ കളക്ഷൻസ്, മെർസിഡീസിൻ്റെ കളക്ഷൻസ് എല്ലാം ആണ്. സോ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നടന്ന് ഈ ഏരിയ കൂടെ പോകുമ്പോൾ ഇവിടെയൊക്കെ കയറി നോക്കാറുണ്ട്. അതിൻ്റെ പ്രൈസൊക്കെ അതൊക്കെ നല്ല ഹൈ സാലറി, പെയ്ഡ് സാലറിയുള്ള ആൾക്കാർക്ക് ഈ കാറുകൾ എടുക്കാനാണ്. അവരൊക്കെ എടുക്കുന്നുമുണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു ജോബ് കിട്ടിയാൽ നമുക്ക് എടുക്കാമെന്നാണ്. പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മളൊന്ന് നടന്നു പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് റൂം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിന്നെയും നമുക്കൊന്ന് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം സ്ലൈറ്റായിട്ടൊന്ന് കുടിക്കാൻ വേണ്ടി ഞാൻ ഗ്രിക്സി കയറി. ഇത് നാട്ടിലുള്ള പോലെ നോർമൽ ചായക്കട പോലെയാണ് ഇവിടെ ആൾക്കാർ ഇവിടെ കയറുന്നത്. സോ ഇവിടെ നിന്ന് ഞാൻ ഒരു ചെറുതായിട്ടൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഞാൻ ഒരു ഷവർമ ടേക്ക് അവേ പോയി. അതൊരു ഷവർമ വാങ്ങിച്ചു. പക്ഷേ ടേസ്റ്റ് അത്ര പോരാ. ഞാൻ ഇതിന് ആവറേജ് റിവ്യൂ കൊടുക്കുള്ളൂ. പിന്നെ ബാക്കി കോഫിയൊക്കെ കുടിച്ച് കാറ്റൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓർത്തത് ഓക്കെ ഇനി നമ്മുടെ സമയമായി, സെമി ഫൈനലാണ്. അങ്ങനെ ഞാൻ സ്പെയിൻ വേഴ്സസ് ഫ്രാൻസിൻ്റെ സെമി ഫൈനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ആദ്യത്തെ പോലെ ഞാൻ സ്പെയിൻ അടിച്ചു. എംബാപ്പെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ വന്നിട്ടില്ല. കാര്യം സ്പെയിനാണ് 2-0 ജയിച്ചത്. സോ ദ ഫൈനൽ വിൽ ബി സ്പെയിൻ. ഇനി നമ്മൾ അടുത്ത എതിരാളി അർജൻറ്റീന വേഴ്സസ് ഇംഗ്ലണ്ടിനെ കണ്ടിട്ട് കാണാം. സോ ഫോളോ ഫോർ മോർ.